തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഇപ്പോൾ വാർത്തകളുടെ ശ്രദ്ധാകേന്ദ്രം. കഴിഞ്ഞ 45 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിന് ശേഷം ബി.ജെ.പി. ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു ഇത്തവണ. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയെ എങ്ങനെയെങ്കിലും ഭരണാധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ CPM-ഉം അതുപോലെ തന്നെ മറ്റൊരു പ്രതിപക്ഷമായ കോൺഗ്രസും ശ്രമിക്കുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. എന്നാൽ ഈ അടുത്ത് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തിയത്. കോൺഗ്രസ് ആണെങ്കിൽ സംസ്ഥാനത്ത് ഭരണം നടത്തുന്നു. അവരെ എതിർക്കുന്നത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷമാണ്. അതായത് CPM ആണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം. അങ്ങനെ കേരളത്തിലെ ഭരണകക്ഷിയും പ്രധാന പ്രതിപക്ഷവും ഒരുമിച്ചിരുന്നു കൊണ്ട് BJPക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള ശ്രമമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിയത്. കോർപ്പറേഷൻ്റെ ചട്ടപ്രകാരം, തദ്ദേശ ഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട ചട്ടപ്രകാരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരണമെങ്കിൽ കോർപ്പറേഷനിലെ ആകെ അംഗങ്ങളുടെ 1/3 പേർ ഒപ്പിടണം. അങ്ങനെ നോക്കുന്ന സമയത്ത് 29 അംഗങ്ങളുള്ള ഇടതുപക്ഷത്തിനും അതേപോലെ തന്നെ 20 അംഗങ്ങളുള്ള കോൺഗ്രസിനും ഒറ്റയ്ക്ക് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ നേതൃത്വത്തോടൊന്നും ആലോചിക്കാതെ തന്നെ ശബരിനാഥൻ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും എന്നാണ്. അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം ഞങ്ങൾ CPM-ഉമായി സംസാരിച്ചിട്ടുണ്ട്, അവർ കൂടി ഒപ്പിടാൻ തയ്യാറായി. കാരണം 33 പേരെങ്കിലും 34 പേരുണ്ടെങ്കിൽ മാത്രമേ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ 20 അംഗങ്ങളുള്ള കോൺഗ്രസിന് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ ഒരു 10-15 CPM അംഗങ്ങളെങ്കിലും അവരുടെ കൂടെ ഒപ്പിട്ട് കൊടുക്കണം. അപ്പം അങ്ങനെയൊരു ചർച്ച ഒരു പക്ഷേ ശബരിനാഥ് CPM നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതൃത്വവുമായി സംസാരിച്ചില്ല എന്നുള്ള പരാതികളൊക്കെ തന്നെ പല ഭാഗത്തുനിന്നും ഉയർന്നു വന്നിരുന്നു. ഈ ഒരു സംഭവത്തിൽ പെട്ടുപോയത് CPM തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് BJP ഭരണത്തിനെതിരെ വലിയ വിമർശനമാണ് CPM ഉയർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ കോൺഗ്രസുമായി ചേർന്ന് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് അത് BJPക്ക് ഗുണം ചെയ്യും എന്നാണ് വി ജോയ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. ഇവിടെ CPM-നകത്ത് തന്നെ വലിയൊരു വടംവലി നടക്കുകയാണ്. എങ്ങനെയെങ്കിലും ഭരണാധികാരം പിടിച്ചെടുക്കണം, അല്ലെങ്കിൽ BJPയെ താഴെ ഇറക്കണം, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പോലും കുഴപ്പമില്ല എന്നുള്ളൊരു നിലപാടാണ് CPM-ലെ പല പ്രമുഖരും എടുത്തിരിക്കുന്നത്. അതേസമയത്ത് CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ സെക്രട്ടറിക്കൊന്നും തന്നെ തങ്ങളുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ അലങ്കോലപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെ തലകീഴാക്കുന്ന ഒരു നിലപാടിനോട് യോജിക്കാനും കഴിയുന്നില്ല. അതുകൊണ്ടാണ് തൽക്കാലം അവിശ്വാസ പ്രമേയത്തിന് പിന്തുണ നൽകേണ്ട, അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയത്തിന് ഒപ്പിടേണ്ട, നോട്ടീസിന് ഒപ്പിടേണ്ട എന്ന് CPM തീരുമാനിച്ചിരിക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് അവർക്ക് ഏറ്റവും അധികം തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കാരണം കോർപ്പറേഷൻ എന്ന് പറയുന്നത് അത്രയും വലിയൊരു പ്രസ്ഥാനമാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ. കോടിക്കണക്കിന് രൂപയാണ് അതിൻ്റെ ബഡ്ജറ്റ്. നിരവധി സ്ഥാപനങ്ങൾ CPM ഇപ്പോഴും കൈയാളുന്നത് ഈ കോർപ്പറേഷൻ്റെ മറവിലാണ്. കാരണം കോർപ്പറേഷന് നിരവധി കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടങ്ങളൊക്കെ തന്നെ CPM അനുഭാവികളായിട്ടുള്ള ആളുകൾക്ക് ചുരുങ്ങിയ ചെലവിലാണ് അവർ കരാറുണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അവർ മറിച്ച് വൻ തുകയ്ക്ക് അവിടെ കച്ചവടം നടത്തുകയാണ് ചെയ്യുന്നത്. ഈ അടുത്ത് തന്നെ പാളയത്ത് നമ്മൾ കണ്ടു, വലിയൊരു മാഫിയാണ് പാളയം മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത്. അവിടെ വരുന്ന മത്സ്യം വിൽക്കാൻ വരുന്ന ആളുകളോടൊക്കെ വൻ തുകയാണ് വാങ്ങുന്നത്. കാരണം അനധികൃതമായിട്ട് കെട്ടിടം ഉണ്ടാക്കുന്നു, അധികൃതമായിട്ടുള്ള കെട്ടിടങ്ങൾ തന്നെ അവർ കൈവശം വെച്ചിട്ട് വലിയ വിലയ്ക്ക് മറിച്ച് വിൽക്കുകയോ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഗുണ്ടായിസമാണ് അവിടെ CPM-ന് നടത്തുന്നത്. അവരുടെ ഗുണ്ടകളൊക്കെ തന്നെ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ പണം പിടുങ്ങാനുള്ളൊരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു. പൊതുജനത്തിന് അത്രയും രോഷമുണ്ട്. അതുകൊണ്ടാണ് ഇവരെയൊക്കെ ഒഴിപ്പിക്കാനുള്ള നിലപാട് എടുത്തുകൊണ്ട് കോർപ്പറേഷൻ അധികാരികൾ അവിടെ ചെന്ന സമയത്ത് വലിയ പ്രതിഷേധമുണ്ടാവും എന്ന് പറഞ്ഞെങ്കിലും ആരും ഒന്നും തടയാനൊന്നും പോയില്ല. കാരണം ജനം എപ്പോഴും കോർപ്പറേഷൻ അധികൃതരുടെ കൂടെ നിൽക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള ഗുണ്ടായിസത്തെ എതിർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സാമ്പത്തിക ഗുണ്ടായിസത്തെ എതിർക്കാൻ ജനങ്ങളൊക്കെ തയ്യാറാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. അതേപോലെ തന്നെയാണ് മറ്റ് പല സ്ഥലങ്ങളും, ചില കല്യാണ മണ്ഡപങ്ങളൊക്കെ CPM-ന്റെ നേതാക്കന്മാർക്ക് ചെറിയ വാടകയ്ക്ക് 10 വർഷത്തേക്ക് കൊടുത്തിരിക്കുകയാണ്. അവർ വൻ തോതിലുള്ള വാടക ഈടാക്കുന്നു. ഇതിൻ്റെയൊക്കെ ലാഭം അവർക്ക് കിട്ടുന്നു. അപ്പോൾ കോർപ്പറേഷൻ കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഉണ്ടാക്കിയ കെട്ടിടങ്ങളൊക്കെ തന്നെ CPM-ന്റെ സ്വകാര്യ സ്വത്തായിട്ട് മാറിയിരിക്കുന്നു. CPM നേതാക്കൾക്ക് പണമുണ്ടാക്കാനുള്ള മാർഗമായിട്ട് മാറിയിരിക്കുന്നു. ഇപ്പോഴാണ് പല സ്ഥലത്തും ഒരുപാട്, അത് മെഡിക്കൽ കോളേജിലാണെങ്കിലും നിരവധി സ്ഥലത്ത് ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ തന്നെ കോർപ്പറേഷനുണ്ട്. ഇതൊക്കെ തന്നെ ഈ രീതിയിലുള്ള മിസ്മാനേജ്മെൻറ്റാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ചില ആളുകൾക്ക് ലാഭമുണ്ടാക്കാനുള്ള വേദിയായിട്ട് മാറിയിരിക്കുകയാണ്. അതേപോലെ തന്നെ വലിയ നിർമ്മാണ മേഖലകളിലൊക്കെ വലിയ തട്ടിപ്പാണ്. ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിൻ്റെ കൗൺസിലർമാരാണ് വിഴിഞ്ഞത്തൊക്കെ ഫ്ലാറ്റിൻ്റെയൊക്കെ
കുഴപ്പമൊക്കെ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പം കോർപ്പറേഷൻ അതിനകത്ത് അന്വേഷണം നടക്കുന്നു. അതേപോലെ തന്നെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി വെട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വലിയൊരു ഫോറൻസിക് എൻക്വയറി വേണം എന്നുള്ളതാണ് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് CPMൻ്റെ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സാണ് കോർപ്പറേഷൻ. ആ കോർപ്പറേഷനിലെ ഭരണം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ CPMനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായ അത്രയും അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയായിരുന്നു അവർക്ക് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായിട്ട് കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. കാര്യമായിട്ടൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലായിരുന്നു ശബരിനാഥൻ അവിശ്വാസ പ്രമേയമായിട്ട് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് പറഞ്ഞത്. ഏതായാലും ഇത് കോൺഗ്രസിനും അതേപോലെ തന്നെ CPMനും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം BJPക്ക് 50 കൗൺസിലർമാരാണ്, പാർട്ടി കൗൺസിലർമാരുള്ളത്. 101 അംഗ കൗൺസിലിൽ ഒരാളുടെ പിന്തുണയോടെയാണ് BJP ഭരിക്കുന്നത്. അതേസമയത്ത് കോൺഗ്രസ്സിലെ ഒരു വിമതൻ ഉണ്ട്. ആ വിമതൻ എപ്പോഴും BJPയെ പിന്തുണയ്ക്കാൻ തയ്യാറാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം സ്വതന്ത്രനായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു വിഷയം, വാഴോട്ട് കോണത്തെ ഒരു കൗൺസിലർ, ആ കൗൺസിലറെ കാപ്പ ചുമത്തിയിരിക്കുകയാണ്. ആ കാപ്പ ചുമത്തിയത് കൊണ്ട് അദ്ദേഹത്തിന് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ അയോഗ്യനാക്കണം എന്നുള്ളതാണ് CPM ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സമയത്ത് BJP മറ്റൊരാവശ്യം ഉന്നയിച്ചിരിക്കുന്നു. കാരണം CPMലെ പല കൗൺസിലർമാരും നിരവധി ഗുണ്ട പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ കാപ്പ ആരോപിക്കപ്പെട്ട സുഹൃത്തിനേക്കാൾ കൂടുതൽ ഗുണ്ട പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെട്ട കേസുകളുള്ള ആളുകളൊക്കെ തന്നെയുണ്ട്. ഒരാൾ പല പേരിലാണ് അയാളുടെ പ്രതിസ്ഥാനത്തിരിക്കുന്നത്. കാരണം ഒരു പോലീസ് സ്റ്റേഷനിലെ FIRൽ ഒരു പേരാണ്, മറ്റൊരു കേസിലെ FIRൽ വേറൊരു പേരാണ്. ഒരാൾ തന്നെ പല പേരിൽ. അങ്ങനെയുള്ള CPMൻ്റെ കൗൺസിലർമാരുണ്ട്. അവരെ കൂടി കാപ്പയിൽ പെടുത്തണം എന്ന് BJP ആവശ്യപ്പെടുകയാണെങ്കിൽ കാര്യങ്ങൾ തീരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു വളരെ കോംപ്ലിക്കേറ്റഡായ അവസ്ഥയിലാണ് CPMും കോൺഗ്രസും തമ്മിലൊരു സഖ്യം രൂപപ്പെട്ടു വരുന്നത്. ആ പരസ്യമായ സഖ്യമാവുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ അത് തിരിച്ചടിയാകും എന്നുറപ്പാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എടുത്തു കാണിക്കാൻ പറ്റിയ ഒരു കോർപ്പറേഷനാണ്. കാരണം മറ്റൊരു സ്ഥലത്തും BJPക്ക് ഭരണമില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷനാണ് എല്ലാവരുടെയും കോർപ്പറേഷനായിട്ട് മാറിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ മേയർ ആരാണെന്ന് ചോദിച്ചാൽ VV രാജേഷ് ആണെന്ന് ഏത് കൊച്ചു കുഞ്ഞിന് പോലും അറിയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം BJP അത്രമാത്രം ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നു. കേരളത്തിൽ മറ്റ് 5 കോർപ്പറേഷനുകളുണ്ട്. ആ കോർപ്പറേഷനിൽ ആരാണ് മേയർ എന്നുള്ളത് ആ സ്ഥലത്തെ ആളുകൾക്ക് മാത്രമേ അറിയൂ. പക്ഷേ കേരളത്തിൽ BJP ഭരണം വന്നതുകൊണ്ട് അതൊരു മാതൃകാ സ്ഥാപനമായിട്ട് വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് BJP. അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് അവരൊരു അവിശ്വാസ പ്രമേയത്തെ നേരിടാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് ആ ഒരു നീക്കത്തിൽ നിന്ന് UDFും അതേപോലെ തന്നെ LDFും പിന്മാറിയതോടുകൂടി BJPയെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ വിജയമാണ് ഈ അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള ഇടതുപക്ഷത്തിൻ്റെയും UDFിൻ്റെയും തീരുമാനം.